ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ദിവ്യ ബോബി, മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഏപ്രിൽ 4 ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്. കുവൈറ്റിൽ 7 വർഷമായി വർക്ക് ചെയ്യുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാനിവിടെ കോൺട്രാക്റ്റ് ബേസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉടമ്പടി നിയോഗത്തിലെ ഒരു നിയോഗമായിരുന്നു അവിടെ ഗവൺമെൻറ് സെക്ടറിൽ ഒരു പെർമനൻറ്റ് ജോബ് വേണമെന്നുള്ളത്. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസമായി അവിടെ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ജോബ് വേക്കൻസി വരികയും ഞാൻ ബയോഡേറ്റ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. അങ്ങനെ ആ ജോലി എനിക്ക് കിട്ടുകയും ഞാനിപ്പോൾ അവിടെ പെർമനൻറ്റ് സ്റ്റാഫ് നേഴ്സായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു നിയോഗമായിരുന്നു ഞങ്ങളുടെ പഴയ ഭവനം പൊളിച്ച് ഒരു പുതിയ വീട് പണിയുക എന്നത്. അതും മാതാവ് എനിക്ക് സാധിച്ചു തന്നു. ഈ കഴിഞ്ഞ മെയ് മാസം ഞങ്ങളുടെ ഹൗസ് വാമിംഗ് ആയിരുന്നു. ഞാനിപ്പോൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി ലീവിന് വന്നതാണ്. പിന്നെ ഞാൻ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് ഞാൻ മാതാവിൻ്റെ ദർശനം കണ്ടിട്ടുണ്ട്. മനോഹരമായ ഒരു മഴവിലിനകത്ത് കൃപാസന മാതാവ് കയ്യിൽ സമയഘടികാരവും പിടിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു വചനം തന്നു. 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളുമെന്ന്. ഞാൻ ആ വചനം പറഞ്ഞ് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ മാതാവ് എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തക്ക സമയത്ത് നടത്തി തന്നു. പിന്നെ ഉടമ്പടി തൈലം ഉപയോഗിക്കുക വഴി എനിക്കൊരു സൗഖ്യാനുഭവം കിട്ടിയത്, എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ മീറ്റ് കഴിക്കുകയില്ലായിരുന്നു. എനിക്കതിനോട് എന്തോ ഒരു വിരക്തിയായിരുന്നു. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ജീവിതത്തിൽ ആദ്യമായി ഇപ്പോൾ 2 കൊല്ലമായി എനിക്കൊരു കുഴപ്പവുമില്ല. ഞാനിത് കഴിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉടമ്പടി പത്രം കൊണ്ടുപോയിരുന്നു. അതവിടെ എല്ലാവർക്കും കൊടുത്തു. പിന്നെ വിദേശത്ത് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. അതുകൊണ്ട് നാട്ടിലുള്ള 1-2 അനാഥാലയങ്ങളിലേക്ക് ഞാൻ എന്നാലാവും വിധം പൈസ അയച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കാനില്ലാതായപ്പോൾ ഞാൻ മാതാവിൻ്റെ 50 പടം പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ബാക്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും പ്രിൻ്റ് ചെയ്ത് ഞാനവിടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമായിരുന്നു. പിന്നെ ആത്മീയ കാര്യങ്ങളിൽ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. അച്ഛൻ്റെ ധ്യാനം 2 മണിക്കൂർ ഞാൻ മുട്ടുകുത്തി നിന്ന് മെഴുകുതിരി കത്തിച്ച് വെച്ച് അങ്ങനെയാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഡ്യൂട്ടിക്ക് പോകുന്ന വഴിക്ക് 4 ജപമാലയുടെ 4 രഹസ്യങ്ങളും ഞാൻ ചൊല്ലുമായിരുന്നു. ഇനി ബൈബിൾ വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഓഡിയോ ബൈബിൾ ഞാൻ കേൾക്കുമായിരുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവ് പരിശുദ്ധ കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ ജലപ്രളയത്തിന് ശേഷം നോഹയുമായി ദൈവം ചെയ്യുന്ന ഉടമ്പടിയും സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകുവിനെന്ന് ആ ഉടമ്പടിയിൽ ദൈവം പറയുന്നുണ്ട്. ആ ഉടമ്പടിയുടെ അടയാളമായിട്ട് കർത്താവ് സ്ഥാപിക്കുന്നതാണ് 13 തൊട്ടുള്ള വചനങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുക. ഭൂമിയുമായുള്ള ഉടമ്പടിയുടെ അടയാളമായി മേഘങ്ങളിൽ എൻ്റെ വില്ല് ഞാൻ സ്ഥാപിക്കുന്നു. ഞാൻ ഭൂമിക്ക് മേലെ മേഘത്തെ അയക്കുമ്പോൾ അതിൽ മഴവില്ല് പ്രത്യക്ഷപ്പെടും. നിങ്ങളും സർവ്വജീവജാലങ്ങളുമായുള്ള എൻ്റെ ഉടമ്പടി ഞാൻ ഓർക്കും. തനിക്ക് പരിശുദ്ധ അമ്മ സമയഘടികാരവുമായിട്ട് മഴവില്ലിനുള്ളിൽ തനിക്ക് എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? അമ്മ തനിക്ക് ഒരു വചനം നൽകി. ആ വചനവും ഈ മകൾ ഇവിടെ പറഞ്ഞു. അതായത് 1 പത്രോസ് 5:6 തിരുവചനങ്ങൾ പറയുന്നത് പോലെ കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നമ്മെ ഉയർത്തിക്കൊള്ളും. തനിക്ക് കുവൈറ്റ് മിനിസ്ട്രിയിൽ ഒരു ജോലി കിട്ടുന്നതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ആ തടസ്സങ്ങളൊക്കെ മാറി തനിക്ക് അവിടെ പെർമനൻ്റായിട്ട് ഇന്ന് ഒരു ജോലി ലഭിച്ചിരിക്കുകയാണ്. പിന്നീട് ഓരോരോ കാര്യങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് തങ്ങൾക്ക് ഭവനം പുതുക്കി പണിയണമെന്ന ആഗ്രഹമുണ്ട്. അതിനൊന്നും സാധിച്ചില്ല. എന്നാൽ ഇപ്പോൾ അതൊക്കെ എത്ര പെട്ടെന്നാണ് നടന്നത്. അതുപോലെ താൻ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ ഓൺ ചെയ്തുകൊണ്ട് അച്ഛൻ കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് നാം ഉടമ്പടി ധ്യാനം കൂടുന്നവരാണോ? ഈ മകൾ എന്താണ് പറഞ്ഞത്? താൻ മുട്ടുകുത്തി നിന്ന് 2 മണിക്കൂർ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുന്നു. ഇതൊന്നും ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ എങ്ങനെ ഉടമ്പടി ധ്യാനം കൂടണമെന്ന്. എന്നാൽ തങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായിട്ട് അടുക്കുമ്പോൾ ഓരോ മക്കളും
അവർ ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ അവർ തന്നെ ബോധ്യപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ സ്വർഗത്തെ തുറന്ന് ദൈവം ഇറങ്ങി വരുന്നതിന് ഇടയാക്കുന്ന രീതിയിൽ നാം ജീവിക്കുമ്പോൾ അമ്മ കൃപാസന അൾത്താരയിൽ 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട അമ്മ നമ്മുടെ കുടുംബങ്ങളിലേക്കും വരും. നമുക്കും ദർശനത്തിൽ സ്വപ്നമായി നമ്മുടെ അന്തരാത്മാവിനോട് മന്ത്രിക്കുന്ന സ്വരമായി ഒക്കെ അമ്മ കടന്നു വരും. അതൊക്കെ ഈ ഒരു അനുഭവസാക്ഷ്യം അല്ല, എത്രയോ അനുഭവസാക്ഷ്യങ്ങൾ ഈ കൃപാസന അൾത്താരയിൽ ഓരോ ദിവസവും പങ്കുവയ്ക്കുന്നു. നമുക്കും പരിശുദ്ധ സിംഹാസനം അമ്മയുടെ പ്രത്യക്ഷീകരണം അംഗീകരിക്കുവാനും തിരുസഭ അംഗീകരിച്ച് അമ്മയെ എത്രയും പെട്ടെന്ന് അൾത്താരയിൽ വണങ്ങപ്പെടുവാനുമുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.